എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസം മൂലം, പൂരാടം, ഉത്രാടം അവസാനത്തെ കാൽഭാഗം വരുന്ന ധനുക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും രണ്ടും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും. ദശാകാലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല. ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനു വേണ്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ധനുക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂലമായ കാലമാണ്. തൊഴിൽ മേഖലയൊക്കെ പൊതുവെ സമാധാനപരമായി കാണുന്നു. മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അധ്വാനമൊക്കെ കൂടുതൽ ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ തൊഴിൽ സ്ഥലത്തെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. കലാകാരന്മാർക്കും സ്വന്തം പരിശ്രമത്താലൊക്കെ മാസത്തിൻ്റെ പകുതിയോടുകൂടി അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ തൊഴിൽ സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരുമായി ഒക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചതി, വഞ്ചന ഇവയൊക്കെ ഉണ്ടാകാം. സ്നേഹം നടിച്ച് അടുത്തു കൂടുന്നവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബന്ധങ്ങളിലൂടെയൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കുന്നതിലപ്പുറം സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അലസതയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കമൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തെ ആദ്യ ഭാഗങ്ങളാണ് അവസാന ഭാഗത്തേക്കാൾ കൂടുതൽ അനുകൂലമായിട്ടുള്ളത്. ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമായ സമയമാണെങ്കിലും കൂട്ടുചേർന്നുള്ള ബിസിനസ്സിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വഞ്ചിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിലും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ്. അതുപോലെ പൂർവിക സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. വരവും ചിലവും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വരവും ചിലവും ഒന്നിച്ചു കൊണ്ടുപോകാൻ അല്പം പ്രയാസപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എങ്കിലും മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നതാണ്. സ്നേഹം നടിച്ച് അടുത്തു കൂടുന്ന ബന്ധുക്കളെയും ശ്രദ്ധിക്കേണ്ടതാണ്. അവരുമായും മറ്റും കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായും അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. യാത്രകളിൽ ശ്രദ്ധയും ആവശ്യമാണ്. കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം, അതുപോലെ വയറിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ശിവഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തി ശിവഭഗവാന് ധാര, കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം. നന്ദി, നമസ്കാരം.